ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But let us first be clear about what we are accepting. ഇന്ന് പുതിയ ഇന്ത്യ ഉത്ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് സ്വീകരിക്കുന്നത്, എന്തിനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. Let us understand what the consequences of this acceptance are, and let us not be in any confusion over what this new nation that is being sold to us so vociferously stands for. ഇന്ന് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പവുമില്ലാതെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഇന്ത്യ എന്താണ്, ഈ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. In this new nation, force asserts itself over righteousness. Laws are enacted bypassing the process of democracy and enforced upon people against their will. ഈ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ നന്മയേക്കാൾ ഉപരി ബലത്തിനാണ് പ്രാധാന്യം. ജനങ്ങളുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട്, ജനാധിപത്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ പുതിയ ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. Lakhs and lakhs of farmers from across India protest for months against laws that are thrust upon them. Some of them die, some lose their sons, others are beaten and humiliated, called terrorists, anti-national, yet they continue their peaceful protest. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ദിവസങ്ങളോളം നമ്മുടെ തെരുവുകൾ പൊരുതുകയുണ്ടായി. അവരിൽ കുറച്ചുപേർ മരിച്ചു, അവരുടെ മക്കൾ മരിച്ചു. പക്ഷേ അവരെ ദേശദ്രോഹികളെന്നും ഭീകരവാദികളും വിളിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്തത്. In this new nation, their voices remain unheard until the government is compelled to repeal the laws due to an upcoming election. ഒരു ഇലക്ഷന് മുന്നോടിയായി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ കർഷകരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ, അവരുടെ ശബ്ദം കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. In this new nation, an entire state is locked down without internet and phone services for months. Democracy is suspended for 9 million people as the government and the media celebrate. ഈ പുതിയ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് ഇവിടെ ജനാധിപത്യത്തേക്ക് തൽക്കാലത്തേക്ക് ജനാധിപത്യത്തെ പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. 9 മാസത്തേക്ക് അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 9 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ജനാധിപത്യത്തെ എടുത്തു മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ചെയ്യുന്നത്. Thousands go on hunger strike to demand their rights in Ladakh. They protest against Chinese encroachment on Indian land, but the government says nothing. ലഡാക്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു. ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ, കൈയേറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇതിനൊന്നും പ്രതികരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. In this new nation, the Prime Minister's men speak haughtily about changing the constitution that was written with the blood of our freedom fighters and our martyrs. നമ്മുടെ രക്തസാക്ഷികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തം കൊണ്ട് എഴുതിയ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുടെ ആളുകൾ അഹങ്കാരത്തോടു കൂടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. They treat the Constitution of India that upholds our rights of liberty, equality and brotherhood as an instrument of their own greed and ambition, as if it is a piece of paper worth nothing. നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും തുല്യതയും എല്ലാം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് അവരുടെ അത്യാഗ്രഹത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണത്തിനായി മാത്രം കാണുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ഒരു വെറും കടലാസ് കഷ്ണമായി മാത്രമാണ് ഈ ഗവൺമെന്റ് കാണുന്നത്. They seek to deprive Indian citizens of the laws that protect their rights and to weaken their participation in democracy. ഇന്ത്യൻ ജനങ്ങളുടെ നിയമങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തത്തെ ദുർബലമാക്കുവാനും വേണ്ടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. This is the new India we are accepting today. ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. In this new nation, voices of dissent are silenced. ഈ പുതിയ രാജ്യത്തിൽ എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തുകയാണ്, നിശബ്ദമാക്കുകയാണ്. Like thugs who oppress those who raise their heads in protest, the government harasses, accuses and imprisons those who dare to speak against them. അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എങ്ങനെയാണോ കൊള്ളക്കാർ അടിച്ചമർത്തുന്നത്, അതുപോലെ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്നവരെ അധിക്ഷേപിക്കുന്നു, അവരെ വേട്ടയാടുന്നു, അവരെ തടവിലാക്കുന്നു, അതുപോലെ തന്നെ അവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്നു. Students are arrested for expressing their opinion. Activists are raided and jailed.
Journalists are sacked, beaten and imprisoned for reporting the truth. And much of the media is controlled by collaborators of a government that believes in false propaganda, silence and oppression. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ ജയിലിലടക്കുകയാണ്, ആക്ടിവിസ്റ്റുകളെ പ്രവർത്തകരെ ജയിലിലടക്കുകയാണ്, ജേർണലിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഗവൺമെന്റ്. അതുപോലെ തന്നെ വ്യാജ പ്രചരണത്തിലൂടെ ഗവൺമെന്റ് സഹായിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ അവരോടൊപ്പം ചേർത്ത് നിൽക്കുന്ന കുറച്ചുപേരെ മാത്രമാണ് ഗവൺമെന്റ് സഹായിക്കുന്നത്. Opposition leaders are imprisoned and expelled from parliament with impunity. Government agencies that are meant to protect the law are turned into unlawful extortionists and used to silence dissent. പ്രതിപക്ഷ നേതാക്കളെയെല്ലാം പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയോ തടവിലാക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗവൺമെന്റ് ഏജൻസികളെ, നിയമപരമായ ഗവൺമെന്റ് ഏജൻസികളെ നിയമവിരുദ്ധമായ കൊള്ള സംഘങ്ങളാക്കി കൊള്ളക്കാരായി മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. This is the new India we are accepting today. നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഇന്ത്യയാണ്. In this new nation, uniformity of culture, religion and language is imposed and diversity is stamped out for political gain. ഈ പുതിയ രാജ്യത്ത് ഏകരൂപത്തിലുള്ള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതങ്ങളുടെയും എല്ലാം ഏകരൂപം നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തുടച്ചു നീക്കുകയും ചെയ്യുകയാണ്. Laws like the CAA are passed in order to segregate and fracture society. Students are attacked in the temples of their learning. Warring tribes massacre each other in the northeast while the government turns away simply because it brings political benefit to do so. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതിനും വെള്ളൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. നോർത്ത് ഈസ്റ്റിൽ കുട്ടികളെ, വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന സ്ഥലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്. ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. In this new nation, our history is rewritten. We are told what to wear, which language to speak, which gods to revere, and whole sections of society are singled out as traitors. This is the new India we are accepting today. ഈ പുതിയ ഇന്ത്യയിൽ നമ്മുടെ ചരിത്രം അവർ തിരുത്തി എഴുതുകയാണ്. നമ്മളോട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പറയുകയാണ്, ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ അവർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. My sisters, in this new nation, those in power tell women what to wear. They propagate laws that demand women's movements to be registered with the police, and they claim the right to decide whom women can love and whom they can marry. ഈ പുതിയ ഇന്ത്യയിൽ സ്ത്രീകളോട് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പറയുന്നത് എന്ത് ധരിക്കണം. വിമൻസ് മൂവ്മെന്റ്, സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അത് ഗവൺമെന്റിനോട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു. ആരെ പ്രണയിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നെല്ലാം ഈ പുതിയ ഇന്ത്യയിൽ അവരാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The government protects. ചാലക്കുടിയിൽ UDF പ്രചാരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം. പല കാര്യങ്ങളിലും ഇന്ത്യ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അവയെ നമ്മൾ സ്വീകരിക്കുന്നുവെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്.